ഇവിടെ വന്നപ്പം ഇതിലെ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു കാലത്ത് നമ്മൾ സ്ഥിരം ഇവിടെ കേട്ടിരുന്നത് മഴ വരുമ്പോൾ നിങ്ങളൊക്കെ വീടുകളിൽ നിന്ന് ഇറങ്ങി പോകുന്ന കാഴ്ചയായിരുന്നു, വേറെ ക്യാമ്പുകളിലേക്കൊക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട് ഈ ടെട്രാപോഡ് ഇട്ട് ഈ പദ്ധതി വന്നതിന് ശേഷം? കടൽ വന്നാൽ പെരയിടാത്തൊന്നും ഇരിക്കാനൊക്കെ ചെളിയും വെള്ളവും എല്ലാമൊക്കെയാണ്. അത് കാരണം ഞങ്ങൾക്ക് ഒരു പ്രകാരത്തിലും ഇരിക്കാൻ പറ്റില്ല. അത് എത്ര ആഴ്ച കൊണ്ടാണ് ഞങ്ങളെ പെരയിടാത്തെന്നൊക്കെ അഴുക്ക് ഇതായി കളഞ്ഞ് കിറ്റും കോപ്പും കോജലും എല്ലാമായിരുന്നു. ഇപ്പൊ അവസ്ഥ ഇത് വന്നത് കൊണ്ട് ഞങ്ങൾക്ക് ദൈവസഹായമായിട്ട് ചെയ്ത ആളുകൾക്ക് നന്ദി പറഞ്ഞു. ഞങ്ങൾക്ക് കിടന്നുറങ്ങാനൊത്താ മതി. ഇപ്പൊ പേടിയില്ലാതെ വീട്ടിൽ കിടക്കാം, ഇല്ലാണ്ട് വീട്ടിൽ കിടന്നുറങ്ങാം. മറ്റേത് ഞങ്ങൾ കടൽ കയറിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളെയൊക്കെ കൊച്ചുങ്ങളാണെങ്കിൽ എടുത്ത് തോളയിട്ടും കൊണ്ട് ഓടിയാണ് ചെയ്യണത്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഇപ്രാവശ്യത്തെ മഴക്കാലത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല? ഒന്നും ഉണ്ടായില്ല, നന്നായിട്ട് കടന്നുപോയി അല്ലേ? കടന്നുപോയി. ഒരമ്മ കൂടി ഉണ്ടല്ലോ, നമുക്ക് ചോദിച്ചു നോക്കാം. രണ്ടമ്മയോടും ചോദിച്ചിട്ടേ പോകുള്ളൂ. ഇപ്പൊ ഒരു സമാധാനം ഉണ്ടല്ലേ? ഒരു സമാധാനമുണ്ട്. ഈ സർക്കാർ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ മക്കൾക്കാണെങ്കിലും തൊഴിൽ നമ്മുടെ കടവത്ത് തന്നെ ചെയ്യാനും എടുക്കാനും എല്ലാത്തിനും ഒരു സഹായം സർക്കാരുണ്ട്. അമ്മയ്ക്ക് പഴയകാലം ഓർമ്മയുണ്ടോ? വീടുകളിൽ നിന്ന് മഴ ഈ വെള്ളം വരുമ്പോൾ പിന്നെ മാസക്കണക്കൊക്കെ ഇവിടെ ചെളി കോരിയിട്ടുണ്ട് ആൾക്കാർ. അന്ന് ക്യാമ്പുകളിലായിരിക്കുമല്ലോ താമസിക്കുന്നത്? അന്ന് ക്യാമ്പുകളിലാണ് താമസിക്കുന്നത്. ഇനിയിപ്പോ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാം, പണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കാം. സന്തോഷാണല്ലേ, ഇങ്ങനെയൊക്കെ ചിരിച്ചിരുന്ന ഒരു കാലം പണ്ടുണ്ടോ സംശയമായിരിക്കും അല്ലേ? അതെ, ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇപ്പൊ ഞങ്ങൾ രാവിലെ പാട് കയറി ഇറങ്ങി നടക്കുകയും ചെയ്യും. ഇതിപ്പോ നടക്കാനുള്ള ഇതെല്ലാം ഒരു രസമായിട്ടുണ്ടല്ലേ? രസമായിട്ടുണ്ട്. ആളുകളൊക്കെ കാണാൻ വരുന്നുണ്ടോ ഇപ്പൊ? ഇത് എല്ലാം നടക്കുന്നുണ്ടല്ലോ, എല്ലാരും ഇവിടെയുള്ള ആൾക്കാരെല്ലാരും കയറി രാവിലെയും വൈകുന്നേരങ്ങളിലും വെയിലാറി കഴിയുമ്പോ അല്ലേ? നടക്കും. അയ്യോ, വെറുതെ നിൽക്കാൻ പറ്റത്തില്ല. ഈ സർക്കാരിന് 1000 നന്ദി. അപ്പൊ ഈ അമ്മയോട് കൂടി ചോദിക്കട്ടെ. നമുക്ക് പറയാനുള്ള ഒന്നേ പറയാനുള്ളൂ, നമുക്ക് ഇവിടെ ഇത് കിട്ടിയ വലിയ ഉപകാരപ്പെട്ട് വളരെ സന്തോഷമായിട്ട്